നമസ്കാരം, STV കേരളയിലേക്ക് സ്വാഗതം. കളിയും ചിരിയും പാട്ടും താളവും മേളവും ആഘോഷവുമായി 2 വർഷങ്ങൾക്കിപ്പുറം കേരളക്കരയിലെ വിദ്യാലയാങ്കണങ്ങൾ മറ്റൊരു കലോത്സവ മാമാങ്ക കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൊയിലാണ്ടി മാപ്പിള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കൗമാര മാമാങ്കത്തിന് നാട്ടിലെ പ്രിയപ്പെട്ടവരായ 6 കലാകാരന്മാർ ചേർന്നാണ് തിരിതെളിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2 വർഷം കെട്ട കാലം തന്നെയായിരുന്നു. ഈ കെട്ട കാലം കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് വന്നപ്പോൾ, 2 വർഷത്തിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ എല്ലാ വിദ്യാർത്ഥികളിലും കാണുന്ന ഒരു പ്രവണത സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാനുള്ള വല്ലാത്തൊരു താല്പര്യമായിരുന്നു. എല്ലായിടത്തും സ്കൂളുകളിലും അതായത് നഴ്സറി ക്ലാസ് തൊട്ട് ഹയർ സെക്കൻഡറികളിൽ ഉള്ള പഠിക്കുന്ന കുട്ടികൾ വരെ യാതൊരു മാറ്റവും ഇല്ല, ഒരേപോലെ എല്ലാ സ്വാതന്ത്ര്യവും ആവോളം നുകരുക എന്നുള്ളത് അവരുടെ ഒരു വല്ലാത്തൊരു താല്പര്യമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വേണം കലോത്സവത്തെയും കാണാൻ. യഥാർത്ഥത്തിൽ 2 വർഷം അവർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അറിയാനും പഠിക്കാനും ഉള്ള ഒരുപാട് അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കലോത്സവത്തെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവർ എതിരേറ്റത്. ഈ വർഷത്തെ ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ഘാടനം തന്നെയാണ്. 6ഓളം കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച വളരെ മനോഹരമായ ഒരു ഫ്യൂഷൻ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു ആസ്വാദകരുടെ മനസ്സിൽ എന്നും നിറപ്പകിട്ടോടെ നിൽക്കുന്ന ഒരു ഓർമ്മയായി തന്നെ അവശേഷിക്കും. അതിനുശേഷം നടന്ന എല്ലാ പരിപാടികളും
മികവ് കൊണ്ടും എല്ലാം കൊണ്ടും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായും ഇന്നും നാളെയും നടക്കുന്ന കലോത്സവ വേദികൾ അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പൂർണ്ണമായി ആസ്വദിക്കുന്നുണ്ട്. സബ് ജില്ലാ തലത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് സ്കൂൾ കലോത്സവങ്ങൾ. സോ അതുകൊണ്ട് തന്നെ മികവിലും മികവുറ്റതാക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും ആരോഗ്യകരമായ മത്സരങ്ങളിലൂടെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരൊക്കെ 2 വർഷത്തെ കോവിഡിൻ്റെ ആ വലിയ മഹാമാരിയുടെ ഇരുട്ടിന് ശേഷം കുട്ടികൾ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക്, സർഗാത്മകതയിലേക്ക്, അതിൻ്റെ ഉത്സവത്തിലേക്ക്, ആഘോഷത്തിലേക്കൊക്കെ തിരിച്ചു വരുന്ന 2 ദിവസമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച കലാപാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ ഒട്ടേറെ പ്രതിഭകൾ ഈ സ്കൂളിന് വേണ്ടി, പിന്നീട് സബ് ജില്ലയ്ക്ക് വേണ്ടി, ജില്ലയ്ക്ക് വേണ്ടി ഒക്കെ മത്സരിച്ച് വിജയിച്ച ചരിത്രമുള്ളൊരു വിദ്യാലയം 2 വർഷത്തിന് ശേഷം സർഗലയം എന്ന പേരിൽ ഒരു കലോത്സവം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇന്ന് ആരംഭിച്ചു, നാളെ അത് അവസാനിക്കുകയാണ്. കുട്ടികൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഞങ്ങൾ അധ്യാപകരെടുത്തൊരു തീരുമാനം, കലോത്സവത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നിങ്ങളിപ്പോൾ കാണുന്ന ചുറ്റുപാടും ഒക്കെ തന്നെ എല്ലാ മേഖലയിലും സംഘാടകരായിട്ട് കുട്ടികളുള്ളത്. അതുകൊണ്ട് യാതൊരു അച്ചടക്ക പ്രശ്നമില്ലാതെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങളാൽ നടത്തപ്പെടുന്ന ഒരു പരിപാടി എന്നൊരു ഫീല് കുട്ടികൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയിലും അതിൻ്റെ ഫുഡാണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഒക്കെ തന്നെ കുട്ടികളുടെ പങ്കാളിത്തമാണ്. അവർ നടത്തുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഭയങ്കര ആവശ്യത്തിലാണ്. 2 വർഷത്തിന് ശേഷമാണ് കലോത്സവം വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഞാൻ പൊതുവേ ഇതിനൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഇത്തവണ കുറേ മത്സരത്തിൽ പങ്കെടുക്കുകയും പിന്നെ വോളണ്ടിയർ ആയിട്ട് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്ത് ഇപ്പം വളരെ ഹാപ്പിയാണ്. അങ്ങനെ മാപ്പിള കൊയിലാണ്ടി പെരുമയുടെ മറ്റൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഈ കലോത്സവത്തിൻ്റെ മഹനീയമായ നിമിഷങ്ങൾ അങ്ങനെ പങ്കുവെക്കുകയാണ്, അനുഭവിക്കുകയാണ്. വലിയ സന്തോഷം. മഹാമാരിക്കാലത്തെ ആകുലതകളും വ്യാകുലതകളും മറന്ന് പ്രിയ വിദ്യാലയത്തിലെ കൗമാര കലാമാമാങ്കത്തിന് തിരശീല ഉയർന്നതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളും. കൊയിലാണ്ടി മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാമാമാങ്ക വേദിക്ക് മുൻപിൽ നിന്നും STVക്ക് വേണ്ടി ക്യാമറമാൻ ഷംനാസിനൊപ്പം RJ സുഭാഷ്.